നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയെക്കുറിച്ചാണ്. നമ്മളിൽ പലർക്കും അറിയാത്ത എന്നാൽ കേട്ടാൽ അതിശയിച്ചു പോകുന്ന 15 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ കാര്യം ഒരു ചരിത്ര നേട്ടമാണ്, ചൊവ്വ ദൗത്യം. ലോകത്ത് ആദ്യ ശ്രമത്തിൽ തന്നെ ചൊവ്വയിലേക്ക് ഒരു ബഹിരാകാശ വാഹനം വിജയകരമായി അയച്ച ഒരേ ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. 2014 ISROയുടെ മംഗൾയാൻ ആണ് ഈ നേട്ടം കൈവരിച്ചത്. ഇത് നമ്മുടെ രാജ്യത്തിന് സാങ്കേതിക മികവിൻ്റെ നേർസാക്ഷ്യമാണ്. രണ്ടാമത്തെ കാര്യം ചരിത്രപരമായ ഒരു അത്ഭുതമാണ്. ലോകത്തിലെ ആദ്യത്തെ ഉദ്യാന ശവകുടീരം എവിടെയാണെന്ന് അറിയാമോ? അത് നമ്മുടെ ഇന്ത്യയിലാണ്. മുഗൾ ചക്രവർത്തി ഹുമയൂണിൻ്റെ പേരിലുള്ള ഈ ശവകുടീരം താജ്മഹലിൻ്റെ നിർമ്മാണത്തിന് പോലും പ്രചോദനമായിട്ടുണ്ട്. ഭാരതത്തിൻ്റെ വാസ്തുവിദ്യയുടെ മനോഹാരിത ഇവിടെ കാണാം. മൂന്നാമത്തെ കാര്യം നമ്മുടെ ഭക്ഷണ രീതിയെക്കുറിച്ചാണ്. ലോകത്ത് ഏറ്റവും അധികം സസ്യാഹാരികളുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഓരോ സംസ്ഥാനത്തും വൈവിധ്യമാർന്ന സസ്യാഹാര വിഭവങ്ങൾ കാണാൻ കഴിയുന്നത്. ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെയും ജീവിത രീതിയുടെയും ഭാഗമാണ്. ലോകത്ത് ഏറ്റവും അധികം പാൽ ഉൽപ്പാദിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും അധികം കന്നുകാലികളുള്ള രാജ്യം കൂടിയാണ് ഇന്ത്യ. ശ്വേതവിപ്ലവം എന്ന് കേട്ടിട്ടുണ്ടോ? അത് ഇന്ത്യയുടെ പാൽ ഉൽപ്പാദനത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അഞ്ചാമത്തെ കാര്യം നമ്മുടെ രാജ്യത്തിൻ്റെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധമതം, സിഖ്, ജൈനമതം എന്നിങ്ങനെ ലോകത്തിൽ എല്ലാ പ്രധാന മതങ്ങളിലെയും വിശ്വാസികൾ ഒരുമയോടെ ജീവിക്കുന്ന അപൂർവ രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്തായ വൈവിധ്യം ഇത് എടുത്തു കാണിക്കുന്നു. ആറാമത്തെ കാര്യം ഒരു സ്പോർട്സ് പ്രേമികൾക്ക് ഒരു കൗതുകമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ക്രിക്കറ്റ് മൈതാനം അത് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 2500 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റേഡിയം ചുറ്റും ഹിമാലയൻ മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു മനോഹരമായ കാഴ്ചയാണ്. ഏഴാമത്തെ കാര്യം നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയുള്ള രാജ്യം നമ്മുടെ ഇന്ത്യയാണ്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ ശൃംഖല ദശലക്ഷക്കണക്കിന് ആളുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. എട്ടാമത്തെ കാര്യം ഗെയിംസ് ഇഷ്ടപ്പെടുന്നവർക്ക് അറിയാമായിരിക്കും. ഇന്ന് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ കളിക്കുന്ന ചെസ്സിന്റെ ജന്മദേശം നമ്മുടെ ഇന്ത്യയാണ്. ചതുരംഗം എന്ന പേരിലാണ് ഇത് ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. ഒമ്പതാമത്തെ കാര്യം ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട ാണ്. ഇന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഒരു പ്രധാന ഭാഗമായ ശസ്ത്രക്രിയക്ക് തുടക്കം കുറിച്ചത് നമ്മുടെ ഇന്ത്യയിലാണ്. പ്രാചീന ഭാരതത്തിലെ സുശ്രുതൻ എന്ന മഹാനായ വൈദ്യനാണ് ശസ്ത്രക്രിയയുടെ പിതാവായി അറിയപ്പെടുന്നത്. 2600 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശ്രുത സംഹിതയിൽ ശസ്ത്രക്രിയയെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പത്താമത്തെ കാര്യം ഒരുപക്ഷെ ഏറ്റവും കൗതുകരമായ ഒന്നാണ്. ഇന്ത്യയിൽ മനുഷ്യവാസമുള്ളതും എന്നാൽ അധികം പ്രവേശിപ്പിക്കാത്തതുമായ ഒരു ദ്വീപുണ്ട്. അതാണ് നോർത്ത് സെന്റിനൽ ദ്വീപ്. ആൻഡമാൻ ദ്വീപ സമൂഹത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് തദ്ദേശീയരായ സെന്റിനലീസ് ജനതയുടെ ആവാസ കേന്ദ്രമാണ്. അവർക്ക് ബാഹ്യ ലോകവുമായി ഒരു ബന്ധവും സ്ഥാപിക്കാൻ താല്പര്യമില്ല. ഇന്ത്യൻ സർക്കാർ പോലും ഈ ദ്വീപിലേക്ക് ആരെയും പ്രവേശിപ്പിക്കാറില്ല. അവരുടെ സ്വകാര്യതയും സംസ്കാരത്തെയും മാനിച്ചാണിത്. വളരെ ദുരൂഹവും എന്നാൽ ആകർഷകവുമായ ഒരു സ്ഥലമാണിത്. 11ാമത്തെ കാര്യം നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. നമ്മുടെ ഇന്ത്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. ഓരോ 5 വർഷം കൂടുമ്പോൾ കോടിക്കണക്കിന് ആളുകൾ വോട്ട് രേഖപ്പെടുത്തുന്ന ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലുതാണ്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തിയാണ്. 12ാമത്തെ കാര്യം പ്രകൃതിയുടെ അത്ഭുതമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയായ ഹിമാലയം ഇന്ത്യയുടെ വടക്കു ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് ഉൾപ്പെടെ നിരവധി ഉന്നത കൊടുമുടികൾ ഇവിടെയുണ്ട്. ഈ പർവ്വതനിരകൾ നമ്മുടെ രാജ്യത്തിനും കാലാവസ്ഥയിലും സംസ്കാരത്തിലും വലിയ സ്വാധീനം ചെലുത്തുന്നു. 13ാമത്തെ കാര്യം ഗണിതശാസ്ത്ര ലോകത്തിന് ഇന്ത്യ നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സംഖ്യ സമ്പ്രദായത്തിലെ അടിസ്ഥാനമായ 0 അതായത് 0 എന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്തത് നമ്മുടെ ഇന്ത്യയാണ്. BC 5ാം നൂറ്റാണ്ടിൽ മഹാനായ ആര്യഭടനാണ് ഇത് കണ്ടെത്തിയത്. ഈ കണ്ടെത്തൽ ഗണിതശാസ്ത്രത്തിലും വലിയ വിപ്ലവം സൃഷ്ടിച്ചു. 14ാമത്തെ കാര്യം ഓരോ 12 വർഷം കൂടുമ്പോഴും നടക്കുന്ന കുംഭമേള ലോകത്തിലെ ഏറ്റവും വലിയ മതപരമായ ഒത്തുചേരലുകളിൽ ഒന്നാണ്. കോടിക്കണക്കിന് ആളുകളാണ് ഇതിൽ പങ്കെടുക്കാൻ എത്തുന്നത്. ഈ ജനക്കൂട്ടം ബഹിരാകാശത്ത് നിന്ന് പോലും കാണാൻ സാധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. മനുഷ്യൻ ഒരുമിച്ച് കൂടുന്ന ഏറ്റവും വലിയ ജനസമൂഹമാണിത്. അവസാനമായി 15ാമത്തെ കാര്യം വിനോദവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ മുംബൈ ആസ്ഥാനമാക്കിയുള്ള ബോളിവുഡ് ലോകത്തിലെ ഏറ്റവും വലിയ സിനിമ വ്യവസായമാണ്.
ഓരോ വർഷവും ആയിരക്കണക്കിന് സിനിമകളാണ് ഇവിടെ നിർമ്മിക്കപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടിക്കറ്റുകൾ വിറ്റേക്കുന്ന സിനിമ വ്യവസായങ്ങളിൽ ഒന്നും ഇത് തന്നെയാണ്. ഇന്ത്യയുടെ സംസ്കാരവും കഥകളും ലോകമെമ്പാടും എത്തിക്കുന്നത് ബോളിവുഡിന് വലിയ പങ്കുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യയെക്കുറിച്ചുള്ള 15 അതിശയകരമായ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇതിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്? അല്ലെങ്കിൽ ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന വേറെ എന്തെങ്കിലും കൗതുകരമായ കാര്യങ്ങളുണ്ട്? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.